ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാനിന്നിവിടെ സദ്യയിലൊക്കെ വിളമ്പുന്ന മെയിൻ വിഭവം ഉണ്ടല്ലോ, നമ്മുടെ ഓലൻ. ആ ഓലൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിന്റെ സ്വാദിന് ഒട്ടും കുറവും ഉണ്ടാവില്ല കേട്ടോ കൂട്ടുകാരെ. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വൻപയർ കുതിർത്താനായിട്ട് വെച്ചിരുന്നേ. ഒരു 3-4 മണിക്കൂർ കുതിർത്തി കഴിഞ്ഞാൽ അത് നല്ലവണ്ണം അങ്ങോട്ട് കുതിർന്ന് കിട്ടിക്കോളും. ഞാൻ ആ വൻപയർ വേവിച്ചെടുക്കുന്നതേ ഒരു കുക്കറിൽ അങ്ങോട്ട് ഇട്ടിട്ടാണ്. അത് അങ്ങോട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് അതങ്ങോട്ട് വേവിക്കാനായിട്ട് അങ്ങോട്ട് വെച്ചു. പിന്നെ ഓലന് വേണ്ട മെയിൻ ഐറ്റം കുമ്പളങ്ങയാണല്ലോ. ആ കുമ്പളങ്ങയും അതിന്റെ തൊണ്ടൊക്കെ അങ്ങോട്ട് ചെത്തി കുരുക്കെ അങ്ങോട്ട് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുക്കണേ. ഇപ്പൊ കുമ്പളങ്ങ അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് വരുമ്പോഴേക്കും ആ പയർ അങ്ങോട്ട് വെന്ത് കിട്ടും. കാരണം നമ്മൾ കുക്കറിലാണല്ലോ അത് വേവിച്ചെടുക്കുന്നത്. അങ്ങോട്ട് പയറൊക്കെ അങ്ങോട്ട് വെന്ത് അതിന്റെ ഏറൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതങ്ങോട്ട് തുറന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത കുമ്പളങ്ങ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടെ 2 പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ആ കുക്കർ ഒന്നും കൂടി അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഒരു വിസിലും കൂടി അങ്ങോട്ട് എടുക്കാം. ആ കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യേ. എന്നിട്ട് ആ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് അതിന്റെ എയർ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്ക് ഒന്നങ്ങോട്ട് തുറന്നിട്ടെ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ പൊടി കലക്കിയതാണ്. 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ പൊടി കലക്കിയതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി അങ്ങോട്ട് വരുമ്പോഴേക്ക് ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില നല്ലവണ്ണം അങ്ങോട്ട് കഴുകി അങ്ങോട്ട് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് അടച്ചങ്ങോട്ട് വെക്കുക. ആ കുക്കറിന്റെ മൂടി അങ്ങോട്ട് അടച്ച് ഒരു അരമണിക്കൂറോളം അങ്ങനെ വെറുതെ അങ്ങോട്ട് തീയൊന്നും വേണ്ട അങ്ങോട്ട് വെച്ച് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഓലൻ ഇവിടെ റെഡിയാവും. വളരെ സിമ്പിള്, അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓലൻ അങ്ങോട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പൊ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിലേ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.